ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ 2 പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് നമുക്ക് സെയിലിനും ഉണ്ട് കേട്ടോ. പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം, അയക്കുന്ന സൈസ് കാണിച്ചു തരാം. അത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ കൊറിയർ വഴി ഇത് നല്ല സേഫായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് ഇതാ ഈ കാണുന്ന ചൈനീസ് ട്രംപറ്റ് അല്ലെങ്കിൽ ട്രംപറ്റ് ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കാണുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഇതൊരു ക്രീപ്പറാണ്, വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. ടെക്കോമയുടെ ലീഫും ഒക്കെ ആയിട്ട് നല്ല സിമിലാരിറ്റി ഉള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ 2 പ്ലാന്റാണ് നമ്മൾ കോംബോയിൽ തരാൻ പോകുന്നത്. രണ്ടും സെയിം കളറാണ് കേട്ടോ, സെയിം പ്ലാന്റ്. ഇതിൻ്റെ 2 പ്ലാന്റിന് റേറ്റ് വരുന്നത് 330 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ പല സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ടാവും. നമ്മളിതായി ഈ കാണുന്ന ഇത്രയും സൈസുള്ള വലിയ പ്ലാന്റാണ് തരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വള്ളിയൊക്കെ വീശിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സ് നമുക്ക് നിലത്ത് തടം എടുത്തിട്ടോ അല്ലെങ്കിൽ പോട്ടിലോ നടാവുന്നതാണ്. പോട്ടിലാണ് നടുന്നതെങ്കിൽ മണ്ണിൽ കുറച്ച് വളം മിക്സ് ചെയ്യുക, എന്നിട്ട് പോട്ട് ചെയ്യാവുന്നത്. നല്ല മണ്ണാണെങ്കിൽ അത് നന്നായിട്ട് വളർന്നോളും. നല്ല ഡ്രൈനേജ് ഹോൾസൊക്കെയുള്ള പോട്ടിൽ നടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത്, നല്ല റോസയ്ക്കൊക്കെ കിട്ടുന്നത് പോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഈ പ്ലാന്റ് വെച്ച് വളർത്തുക. ഇതേപോലെ തന്നെ ഒരു പുതിയ പ്ലാന്റാണ് ഈ കാണുന്ന വെരിഗേറ്റഡ് മെലസ്റ്റോമ പ്ലാന്റ്. നല്ലൊരു ഷെയ്ഡാണ് അതിൻ്റെ ലീഫിൽ വരുന്നത്. ഫ്ലവർ നമ്മൾ നോർമലി കാണുന്ന ഈ ഒരു വയലറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ഫ്ലവറിൽ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ, വെറൈറ്റീസ് വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു വെറൈറ്റി പുതിയതാണ്. അതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് അതിൻ്റെ ലീഫിന്. ഇതിൻ്റെ ബോർഡറിൽ ആ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് ഒരു പ്ലാന്റിന് 100 രൂപ റേറ്റ് വരുന്നുണ്ട്. ചെറിയ പ്ലാന്റാണ്, പക്ഷെ നല്ല ആരോഗ്യമുള്ള ചെടിയാണ്. നമ്മൾ നല്ല വെയിലത്ത് വേണം വെച്ച് വളർത്താനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ പോട്ടിലേക്ക് നടുമ്പം നോർമൽ സോയിലിൽ നട്ടാൽ മതി. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണിൽ നട്ടാൽ മതി. വളമൊക്കെ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി വളം ഈ ഒരു മെലസ്റ്റോമ പ്ലാന്റിന് പറ്റില്ല. അതുപോലെ തന്നെ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ ഈ പുതിയ 2 പ്ലാന്റും വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. നല്ല അടിപൊളി പ്ലാന്റാണ്, പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ.